ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് UAE ഫ്ലാഗിൻ്റെ മോഡലിലുള്ള ഒരു കേക്കുമായിട്ടാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൽ ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു സ്ക്വയറിലുള്ള ഒരു കേക്കിൻ്റെ മോൾഡ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് ആണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ്. കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള മൈദ ഒക്കെ ആദ്യം ഒന്ന് അരിച്ചു വെക്കണം. ഞാനിവിടെ ഒരു 1.25 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത് ഒരു കിലോഗ്രാം വരുന്ന ഒരു കേക്കാണ്. അതിലേക്ക് ഒരു 2-3 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഒരു തവണയാണ് അരിച്ചെടുക്കുന്നത്. ഒരു 2-3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഇതേപോലുള്ള സ്പ്രിങ്കിൾസ് ആണ് ചേർക്കുന്നത്. ഇത് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയുടെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് വാനില എസൻസ് ചേർക്കണം. ഞാൻ അതിൻ്റെ ഇത് ഓണാക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ വാനില എസൻസ് എന്തായാലും ചേർക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ ഒരു ചെറിയ സ്മെല്ല് വരും. 1 കപ്പ് പഞ്ചസാര ഞാൻ പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. മുട്ട ഇതേപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കേക്ക് കിട്ടൂ. അപ്പോൾ ബീറ്ററില്ലാത്തവർ ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഒരു ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഒരു ചെറിയ ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാലിന് ചൂട് ഒരുപാടായി പോകരുത്, ഒരു ചെറിയ ചൂട് മാത്രം മതി. ഇനി ഇതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തടിയുടെ ഒരു തവി ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള മാവിൻ്റെ മിക്സ് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് ഓവർ മിക്സ് ചെയ്ത് എടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ കേക്ക് സോഫ്റ്റായി കിട്ടില്ല. ഇതേപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാൽ ഒരുപാട് ഓവർ മിക്സ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം, അല്ലാതെ നമ്മൾ ഈ മുട്ട പതഞ്ഞ് വന്നതൊക്കെ താഴ്ന്നു പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോഴും കേക്ക് ഹാർഡായി പോവും. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറിൽ ഉള്ള ഒരു പാനാണ് എടുക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള 8 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതാവും ഒന്നുകൂടെ നല്ലത്. ഇതിലേക്ക് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ ഓവൻ ഇല്ലാതെ തന്നെ ഈ കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവൻ ഇല്ലാതെ ഞാൻ കുറേ കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കിയാൽ മതി. ഈ കേക്ക് ഒരു 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നന്നായിട്ട് എയർ ബബിൾസ് പോകാനായിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്.
ഇതിനി നന്നായിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാൻ ഇന്നിനി ഇത് ഐസിങ് ചെയ്തെടുക്കുന്നില്ല, നാളെയാണ് ഇത് ഐസിങ് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ കേക്ക് തന്നെ മൂന്നായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് ഒരു ബ്രഷ് കൊണ്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എപ്പോഴും വീണ്ടും വീണ്ടും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഈ രണ്ടാമത്തെ പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കേക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒരു ചെറിയ പീസ് ഉണ്ടാവും, അത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഈ കേക്ക് രണ്ടായിട്ട് വയ്ക്കുന്ന ആ ഭാഗത്ത് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ഒന്ന് ക്രം കോട്ട് എടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വിപ്പിംഗ് ക്രീം ഒരുപാട് അങ്ങ് ഐസിങ് ചെയ്തെടുക്കുന്നില്ല. കാരണം ഇതിൻ്റെ മുകളിൽ ഇനി റോസറ്റ് പൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല, ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി റെഡ് കളറിലുള്ള ക്രീം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ ഫ്ലാഗിൻ്റെ ഒരു സൈഡിലായിട്ട് റെഡ് കളറാണല്ലോ ഉള്ളത്. അപ്പം ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റാറിൻ്റെ നോസിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സൂപ്പർ റെഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുന്ന കളറാണ്. ഞാൻ ജെൽ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തോട്ടും ഇങ്ങനെ തന്നെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് റെഡ് കളർ കൊണ്ട് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട്. ഇനി ഇവിടെ 3 കളറാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് ഗ്രീൻ കളറാണ് വേണ്ടത്. എന്നിട്ട് ആ ഭാഗത്തിൻ്റെ ആ സൈഡിലും എല്ലാം ആ ഗ്രീൻ കളർ കൊണ്ട് തന്നെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റിലുള്ള ഈ താഴ്ഭാഗത്തായിട്ട് ബ്ലാക്ക് കളറിലുള്ള ക്രീമാണ്. അപ്പോൾ ഇതെല്ലായിടത്തും ക്രീം പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെറിയ ഫ്ലാഗ് എടുത്തിട്ടുണ്ട്. ഇതൊരു ടൂത്ത് പിക്കിനകത്തുള്ള ഒരു പേപ്പർ കൊണ്ടുള്ള ഫ്ലാഗാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കേക്ക് എപ്പോഴും നല്ലതുപോലെ തണുപ്പിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് കേക്കിലേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.